ജനുവരി 4-ാം തീയതി ഞങ്ങൾ ജോഷുമായിട്ട് കൈ പിടിച്ചിട്ട് ഈ ഒരു അവസരം പറയാനായിട്ട് ചെന്ന വീടുകളെല്ലാം നഖശിഖാന്തം എതിർത്ത് ഇറക്കി വിട്ട് കളിയാക്കി, മോനെ പണിയില്ലെങ്കിൽ പോയി പഠിച്ചടാ, പഠിക്കാൻ നിനക്ക് കാശില്ലെങ്കിൽ നിനക്ക് കാശ് തരണ, നിന്റെ അപ്പന് മുഴുവട്ടാന്ന് പറഞ്ഞ ഞങ്ങളുടെ ബന്ധുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നൊരു ലിങ്സുണ്ട്. പ്രായം അന്ന് 20 വയസ്സ്. 20-ാം വയസ്സിൽ ബന്ധുജനങ്ങൾ പറയുന്നു അപ്പന് വട്ടാണ് മോനെ, അപ്പന്റെ പുറകെ അപ്പൻ പറയുന്നത് കേട്ട് നീ പോയാൽ നിന്റെ ജീവിതം അത് കഥ വേറെ, അത് പോവാം. 24 അപ്പൻ പറയുന്നത് 24. യെസ്, 24 വയസ്സിലും അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഏറ്റവും വലിയൊരു വിഷമം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങള് ജസ്പെയ്ഡിലേക്ക് വന്നു. ആ ജസ്പെയ്ഡ് ബന്ധുജനങ്ങളോട് പറഞ്ഞു, ഒരുപാട് പേരോട് പറഞ്ഞു, ഒരു മനുഷ്യ കുഞ്ഞു പോലും കേൾക്കുന്നില്ല. 6 മാസം കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പല നെഗറ്റിവിറ്റികളും കേട്ട് അടുത്ത പുതിയ ആളെ തട്ടിപ്പ്, അതായത് ഞാനും എൻ്റെ പെങ്ങന്മാരും ഒരുമിച്ച് ഇറങ്ങി ഞങ്ങളുടെ ഇടവക പൊടിപ്പാറ പള്ളിയിൽ അത് 1000 രൂപയുടെ ഒരു എൻട്രി പാക്ക് ഉണ്ട്. അതിന് കമ്മീഷൻ കിട്ടുന്ന 50 രൂപയാണ്. ഈ 50 രൂപ കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഇടവകയുള്ള എല്ലാവരുടെ വീട്ടിലും കയറി ഇറങ്ങി. ഏകദേശം 600 വീടുകളുണ്ട്. എനിക്കത് ഓൾമോസ്റ്റ് 500ഓളം വീട്ടിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. കയറിയിട്ട് ഇറങ്ങി നാട്ടുകാർ മുഴുവൻ പറഞ്ഞു നടന്ന കഥയാണ്. ഒന്ന്, പൈസ പിരിക്കാൻ അപ്പൻ മക്കളെ വിട്ടിരിക്കുന്നു. 2, അടുത്തത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ചിന്തിച്ച ആ ഒരു ചിന്തയിലേക്ക് എത്തുമെന്ന് അറിയുന്നില്ല. പെൺമക്കളെ കാണിച്ച് അപ്പം പണി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ? ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ ചെവിയിൽ കേട്ട ഒരാളാണ്. 6 മാസം ജസ്പേഡിൽ കടന്നുപോയി. ദൈവദൂതയെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ജോഷിയങ്ങൾ കൊടുത്തന്ന അവസരം ഞങ്ങളും വിചാരിച്ചു, ഇവിടെ ഇരുന്ന പലരും വിചാരിച്ചതുപോലെ ഇത് ഞങ്ങൾക്ക് യോഗ്യമായ ഒരു സ്ഥാനമല്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല. ഞങ്ങളുടെ കടങ്ങൾ 1.5 കോടി രൂപ വരുന്ന കടബാധ്യത വീട്ടാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ച് ജസ്പേഡിൽ വന്നിട്ട് പോലും നരകിച്ച ദിവസങ്ങൾ. പക്ഷെ ഒരു കാര്യം മനസ്സിലുണ്ടായിരുന്നു, തോറ്റവന് ഇനി എന്തു തോക്കാൻ? മേലെ ആകാശം, താഴെ ഭൂമി. ഇത്രയും